ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കുക. ഇതുപോലെയാണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രഷർ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു വിസിൽ വന്ന് ആവിയൊക്കെ പോയി കപ്പ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫാണ് വേവിച്ചെടുക്കേണ്ടത്. 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1.5 തക്കാളിയാണ്. ഒരു വലിയ തക്കാളിയും ഒരു ഹാഫ് തക്കാളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യം നോക്കി മുളക് പൊടിയാണ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീഫെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ വേവിച്ച് വെച്ച കപ്പയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൂടേണ്ടി ഞാൻ ചേർക്കുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണിത് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.